പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. എൻ്റെ പേര് ലില്ലിയേട്ടി. തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വീട്. ഞാൻ പറയാൻ പോകുന്നത് മഹാത്മജിയുടെ കഥയാണ്. ഇത്ര വലിയൊരു മഹാനായ ഗാന്ധിജിയുടെ കഥ പറയുമ്പോൾ ആ കഥയിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് കഥ തുടരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ദിവസമാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. ഇന്ത്യൻ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ദിനമാണ് ഒക്ടോബർ 2. ഈ വർഷം അദ്ദേഹത്തിൻ്റെ 155-ാം ജന്മവാർഷികമാണ് നാം ആഘോഷിച്ചത്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും മകനായി മഹാത്മജി ജനിച്ചു. ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിലെ പ്രധാന വ്യക്തിയായിരുന്നു മഹാത്മജി. ഗാന്ധിജിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം രാജ്കോട്ടിലായിരുന്നു. ഗാന്ധിജിക്ക് 13 വയസ്സ് പ്രായമുള്ളപ്പോൾ കസ്തൂർബായിയെ വിവാഹം കഴിച്ചു. വിവാഹശേഷം പഠനം തുടർന്നു. ചെറുപ്പത്തിൽ പഠിക്കാൻ അത്ര മിടുക്കനൊന്നുമായിരുന്നില്ലെങ്കിലും അദ്ദേഹം മെഡിക്കുലേഷൻ വരെ പഠിച്ചു. 1888 ഇംഗ്ലണ്ടിൽ പോയ അദ്ദേഹം പിന്നീട് ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആയിരുന്നു പിന്നീടുള്ള പഠനം. പിന്നീട് മുംബൈയിലെ രാജ്കോട്ട് കോടതിയിൽ അഭിഭാഷകനായി ജോലിയിൽ പ്രവേശിച്ചു. അദ്ദേഹം അത് ഉപേക്ഷിക്കുകയും 1902 ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചു. ഗാന്ധിജിയുടെ 2 പ്രധാന തത്വങ്ങൾ സമാധാനവും അഹിംസയുമായിരുന്നു. അദ്ദേഹം എപ്പോഴും സത്യത്തിൻ്റെയും സത്യസന്ധതയുടെയും അനുയായി ആയിരുന്നു. ദണ്ഡി മാർച്ച്, ക്വിറ്റ് ഇന്ത്യ സമരം, ഉപ്പ് സത്യാഗ്രഹം, നിസ്സഹരണ പ്രസ്ഥാനം തുടങ്ങിയ സമരങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തി. അതിനു പിന്തുണയേകാൻ വേറെ ഒരുപാട് സ്വാതന്ത്ര്യസേന സേനാനികൾ അദ്ദേഹത്തോടൊപ്പം കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കണ്ണിനു പകരം ഒരു കണ്ണ് ലോകത്തെ മുഴുവൻ അന്ധമാക്കും. അഹിംസ പിന്തുടരുകയും ആക്രമം എല്ലാറ്റിനും പരിഹാരമല്ലെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്തു. നാം എത്ര നന്ദിയുള്ളവരായിരിക്കണമെന്നും ലളിതമായ ഒരു ജീവിതം നയിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം മാതൃകയാക്കിക്കൊണ്ട് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലളിത ജീവിതം കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായി. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥ പച്ചയായ ജീവിതാനുഭവങ്ങളുടെ പ്രതിഫലനമാണ്. ഗാന്ധിജിയുടെ മൂല്യങ്ങൾ ഓർമ്മിക്കാനും സ്വന്തം ജീവിതത്തിൽ ദയയും സത്യസന്ധതയും പുലർത്താനും നമുക്കും കഴിയണം. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നമ്മുടെ കൈകളിലാണ് എന്ന് ഓരോരുത്തർക്കും ഓർമ്മ വേണം. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കായി കഠിനാധ്വാനം ചെയ്യാൻ നമുക്കും യുവതലമുറയെ പ്രചോദിപ്പിക്കാം. ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെയൊരാൾ ജീവിച്ചിരിക്കുന്നതായി വരും തലമുറ വിശ്വസിച്ചേക്കില്ല. ഒരു ഗാന്ധിയനാകുക എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കും കഴിയണം. ഈ അറിവുകളെല്ലാം നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒരു പ്രചോദനമാകട്ടെ. നമ്മൾ ഭാരതീയർ സ്നേഹത്തോടെ ബാബുജി എന്ന് വിളിക്കുന്നു. 1917 ചമ്പരൻ സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യ സ്വതന്ത്ര സമരത്തിൽ ഗാന്ധിജി സജീവമായി. സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് സമരം ആരംഭിക്കുന്ന നയമാണ് ഗാന്ധിജി ജീവിതത്തിലുടനീളം പുലർത്തിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ, ലോകത്തിൻ്റെ ബഹുമാനം നേടിയ വ്യക്തിത്വമായിരുന്നു ഗാന്ധിജി. യുദ്ധത്തിന് അഹിംസ എന്ന ശക്തമായ ആയുധം അദ്ദേഹം ലോകത്തിന് നൽകിയതിനാൽ UN ജനറൽ അസംബ്ലി അദ്ദേഹത്തിൻ്റെ തത്വങ്ങളെ ബഹുമാനിക്കാൻ ഈ ദിവസം അന്താരാഷ്ട്ര അഹിംസ ദിനമായി പ്രഖ്യാപിച്ചു. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജി ജനിച്ചത്. ദക്ഷിണാഫ്രിക്കയിലെ ഒരു അഭിഭാഷകനായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ഇന്ത്യൻ ജനതയെ മുന്നിൽ നിന്ന് നയിച്ചതും മഹാത്മജിയായിരുന്നു. മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികൾ അക്രമ മത്സരത്തിൽ വിശ്വസിച്ചപ്പോൾ സമാധാനത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കാതെയായിരുന്നു ഗാന്ധിജിയുടെ പോരാട്ടങ്ങൾ. സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധി നൽകിയ വിലപ്പെട്ട സംഭാവനയെ ഇന്നും ഇന്ത്യൻ ജനത ഓർക്കുന്നു. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം. അദ്ദേഹത്തിൻ്റെ വിവിധ തത്വങ്ങൾ രാജ്യത്ത് മാത്രമല്ല ലോകമെമ്പാടും പ്രകീർത്തിക്കപ്പെടുന്നു.
നമ്മുടെ സ്വാതന്ത്ര്യത്തിനായുള്ള നിരന്തരമായ പോരാട്ടങ്ങൾക്ക് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന് രാഷ്ട്രപിതാവ് എന്ന പദവി നൽകി. നോബൽ ജേതാവായ രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആത്മാവുള്ളവൻ എന്നർത്ഥം വരുന്ന മഹാത്മാ എന്ന പദവി നൽകി. വെറും ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല മഹാത്മാഗാന്ധിജി എന്നതിന് ഈ അറിവ് വെളിച്ചമേകുന്നുണ്ട്. ലളിതമായ ജീവിതത്തിലും വലിയ പ്രവൃത്തികളിലും അദ്ദേഹം വിശ്വസിച്ചു. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന അദ്ദേഹത്തിൻ്റെ ജീവിത മുദ്രാവാക്യത്തിലൂടെ ആ ആശയങ്ങൾ ലോകത്തെ അറിയിച്ചു. ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടുകയും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. പണ്ട് കണ്ടിരുന്ന ഇന്ത്യയെ ഈ കാണുന്ന ഇന്ത്യയാക്കി മാറ്റിയതിൽ പ്രധാന പങ്കും ഇദ്ദേഹത്തിനാണ്. അഹിംസയിലൂടെയും സത്യാഗ്രഹം എന്ന സമരമുറയിലൂടെ അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള വിജയകരമായ പ്രചരണത്തിന് നേതൃത്വം നൽകിയതും അദ്ദേഹമായിരുന്നു. രാഷ്ട്രപിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഗാന്ധിജി സ്വയം നൂൽനൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ചും സസ്യാഹാരം മാത്രം ഭക്ഷിച്ചും മറ്റുള്ളവർക്ക് മാതൃകയായി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നറിയപ്പെടുന്ന ഗാന്ധിജി തുടർന്ന് 1888 അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് യാത്ര പുറപ്പെട്ടു. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള പഠനം. ലണ്ടനിലെ ഒരു വെജിറ്റേറിയൻ സംഘടനയിലും ഇന്നർ ടേബിൾ കോളേജിലും അദ്ദേഹം അംഗമായി. അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തിന് ഭഗവത്ഗീത പരിചയപ്പെടുത്തി. പിന്നീട് ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഭഗവത്ഗീത വളരെയധികം സ്വാധീനിച്ചിരുന്നു. പഠനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ മഹാത്മാഗാന്ധിജി ആ വർഷം തന്നെ ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ അഭിഭാഷകനായി ജോലിയിൽ പ്രവേശിച്ചു. ആ സമയത്താണ് സത്യാഗ്രഹം എന്ന ആശയം ഗാന്ധിജിയുടെ മനസ്സിൽ വന്നത്. അതുകൊണ്ടാണ് ദക്ഷിണാഫ്രിക്കയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരിശീലനശാല എന്ന് വിശേഷിപ്പിക്കുന്നത്. സ്ഥിരമായി താമസം മാറിയതിനു ശേഷം അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായി. ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ വഴികാട്ടിയായി ഗോപാലകൃഷ്ണ ഗോഖലെ പ്രവർത്തിച്ചിരുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അംഗമായിരുന്നു. ഗാന്ധിജി സജീവമായി 1930 ദണ്ഡി മാർച്ചിന് നേതൃത്വം നൽകി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അഹിംസയിൽ അനിഷ്ഠിത സമരത്തിലൂടെ വിറപ്പിക്കാനും ഗാന്ധിജിക്ക് സാധിച്ചു. ലളിതമായ ജീവിതം, അഹിംസയിൽ അനിഷ്ഠിതമായ സമരം എന്നിവയാണ് ഗാന്ധിജിയുടെ ജീവിതത്തെ ഇത്രമേൽ അതിശയകരമാക്കുന്നത്. സമത്വം, സമാധാനം, സഹോദര്യം എന്നിവ പ്രചരിപ്പിക്കാൻ ഗാന്ധിജി നിരന്തരം ശ്രമിച്ചു. സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും സമരം ആരംഭിക്കുക എന്ന നയമാണ് ഗാന്ധിജി ജീവിതത്തിലുടനീളം പുലർത്തിയത്. അഹിംസയും സത്യാഗ്രഹവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരരീതി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ് ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത്. ഗാന്ധിജിയുടെ വീക്ഷണത്തിൽ സത്യവും അഹിംസയും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. മറ്റാർക്കും ദോഷം വരാതിരിക്കാൻ ഗാന്ധിജി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. സമാധാനപരമായ മാർഗങ്ങളിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രത്തിനായി പോരാടുന്ന ഒരു ജനതയെ പ്രചോദിപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധിജി. സത്യത്തിൻ്റെയും അഹിംസയുടെയും നയം മഹാത്മാഗാന്ധിജിയെ പ്രശസ്തനാക്കി. അദ്ദേഹം രാഷ്ട്രപിതാവായി കണക്കാക്കപ്പെട്ടു. ബാബുജി, മഹാത്മാഗാന്ധിജി എന്നീ പേരുകളാൽ അദ്ദേഹം ജനഹൃദയങ്ങളിൽ ചേക്കേറി. 1906 ഗാന്ധിജി ബ്രഹ്മചാര്യം സ്വീകരിച്ചു. 1917 സബർമതി ആശ്രമം സ്ഥാപിച്ചത്. 1922 നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും അതുമായി ബന്ധപ്പെട്ട് 6 കൊല്ലം തടവ് അനുഭവിക്കുകയും ചെയ്തു. ജയിൽവാസത്തിനിടയിലാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന ആത്മകഥ അദ്ദേഹം എഴുതുന്നത്. 1935 സേവാശ്രമം സ്ഥാപിച്ചു. 1944 പൂനെയിലെ അഗഹാൻ കൊട്ടാരത്തിൽ തടവിലായ സമയത്താണ് കസ്തൂർബ ഗാന്ധിയുടെ ആരോഗ്യം വഷളാവുകയും അവിടെ വെച്ച് അവൾ മരിക്കുകയും ചെയ്തത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നിരുന്നാലും 1947 ഇന്ത്യൻ വിഭജനം അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കി. 1948 ജനുവരി 30 നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് മഹാത്മാഗാന്ധിജി മരണപ്പെട്ടു. മരിക്കുമ്പോൾ ഗാന്ധിജിക്ക് 78 വയസ്സ് ഉണ്ടായിരുന്നു.
എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ മുഴങ്ങട്ടെ. ഈ ദിനത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുകയും അദ്ദേഹം ഉയർത്തിയ ആദർശങ്ങളെ നെഞ്ചോട് ചേർക്കുകയും ചെയ്യാം. ജയ് ഹിന്ദ്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.